ഹലോ, പ്രത്യേകിച്ച് പ്ലാനൊന്നുമില്ലാണ്ട് ഒറ്റ രാത്രി കൊണ്ടെടുത്ത തീരുമാനമായിരുന്നു മൂന്നാറിൽ പോകണമെന്ന്. അപ്പം ഞങ്ങൾ മൂന്നാറെത്തി. എഗെയിൻ വെൽക്കം ബാക്ക് ടു അജ്വാസ് വ്ലോഗ്. അപ്പോൾ ഞങ്ങൾ മോർണിംഗിൽ തന്നെ അവിടെ എത്തിയിട്ടുണ്ടായിരുന്നു. ഞങ്ങൾ രാത്രിയിലാണ് അവിടെ നിന്ന് പുറപ്പെട്ടത്. അപ്പം മോർണിംഗിൽ തന്നെ എത്തിയതുകൊണ്ട് ആ ഫീലിംഗ് വൈബ് അടിപൊളിയായിട്ട് കിട്ടിയിട്ടുണ്ടായിരുന്നു. അവർ തേയിലത്തോട്ടത്തിൽ ജോലിക്ക് പോണതും കുട്ടികൾ സ്കൂളിൽ പോണതൊക്കെ അടിപൊളിയായിട്ട് കിട്ടി. ഞങ്ങളൊരു ടീ കടയിൽ കയറിയിട്ട് ചായ എല്ലാം കുടിച്ചിട്ടുണ്ടായിരുന്നു. ഒരു 11 മണി വരെ ഫുള്ള് കറങ്ങി ടൈം പോയതേ അറിഞ്ഞിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഞങ്ങൾ 11 മണിയൊക്കെ ആയപ്പോൾ റൂം എടുത്ത്. അവിടെ ഫാനും AC ഒന്നും ഇല്ല കേട്ടോ. അത്രയ്ക്ക് അടിപൊളി ക്ലൈമറ്റ് ആയിരുന്നു. ഞങ്ങൾ മുമ്പ് ഇവിടെ നിന്ന് റൂം എടുത്തിട്ടില്ല, അതുകൊണ്ട് ആ ഫീലിങ്സ് അറിയില്ല. ഞങ്ങൾ ജസ്റ്റ് ഒന്ന് ഫ്രഷായി ഉറങ്ങി. ഒരു 12 മണിക്ക് ശേഷം തോന്നുന്നുണ്ട് ഞങ്ങളൊന്ന് റൂമൊക്കെ വെക്കേറ്റ് ചെയ്തു. ഒരു ഉച്ചയ്ക്കത്തെ ഫുഡ് കഴിക്കുന്ന ടൈമായപ്പോൾ ഞങ്ങൾ പുറത്തിറങ്ങി. നല്ല അടിപൊളി കടയിൽ കയറി ചോറും കറിയെല്ലാം കഴിച്ചു. എന്താ പറയുക, ഒരു മലയാളി ടച്ചും തമിഴ്നാട് ടച്ചും ആയിട്ടുള്ള ഒരു കടയായിരുന്നു കേട്ടോ. അപ്പോൾ അടിപൊളി ഫുഡ് അവിടെ കിട്ടിയിട്ടുണ്ടായിരുന്നു. നല്ല സാമ്പാർ, തൈര് കറി, രസം, ഒന്നും പറയില്ല, അടിപൊളിയായിരുന്നു കേട്ടോ. ലൊക്കേഷനൊന്നും പറഞ്ഞുതരാൻ അറിയില്ല. ഞങ്ങൾ ഫുഡെല്ലാം കഴിച്ചിറങ്ങിയപ്പോഴത്തേക്ക് മഴയായിരുന്നു. പിന്നെ ഫസ്റ്റ് ഞങ്ങൾ കണ്ടത് റോസ് ഗാർഡനാണ്. കയറാൻ വലിയ താല്പര്യമൊന്നും ഉണ്ടായിരുന്നില്ല, എങ്കിലും ജസ്റ്റ് ഒന്ന് കയറി കണ്ട് ടൈം പോകാൻ വേണ്ടിയിട്ട്. പിന്നെ ഞങ്ങൾ വില്ലേജ് കടകളൊക്കെ ജസ്റ്റ് കയറി ഫുള്ള് കവർ ചെയ്തു. അടിപൊളിയായിരുന്നു കേട്ടോ അവിടുത്തെ സാധനങ്ങളൊക്കെ. പിന്നെ ഞങ്ങൾ മേലോട്ട് ഇങ്ങനെ കയറി പോയി. അപ്പോഴത്തേക്കും കുതിര റൈഡ് കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പം അതിൽ കയറി. ജയ്യു ആദ്യമൊക്കെ നല്ല ധൈര്യത്തിരുന്നെങ്കിലും പിന്നീട് ആൾക്ക് നല്ല പേടിയായി. അപ്പോൾ ഞങ്ങൾ ജസ്റ്റ് വേഗം പോയിട്ടോ. പോകുന്ന വഴിക്കൽ ഇതേപോലെ ഫ്ലവർ ഇങ്ങനെ നിറഞ്ഞ് നിൽക്കുന്നതാണ് കാണാൻ നല്ല ഭംഗിയുണ്ടായിരുന്നു. പോകുന്ന വഴിക്കൊക്കെ ഞാൻ ഗൂഗിളിൽ യൂട്യൂബിലൊക്കെ ഇങ്ങനെ സെർച്ച് ചെയ്യുന്നുണ്ടായിരുന്നു ആൾക്കാർ പോയ സ്ഥലവും ആരും കാണാത്ത സ്ഥലം എങ്ങനെയുണ്ടെന്നൊക്കെ കാണാൻ വേണ്ടിയിട്ട്. അപ്പോൾ എല്ലാവരും പറയുന്നത് വട്ടവട അങ്ങോട്ട് പോകാനാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ഈ നെക്സ്റ്റ് പ്ലാൻ വ്യൂ പോയിൻറ്റിലേക്കാണ്. ഞങ്ങളപ്പോൾ അങ്ങനെ വ്യൂ പോയിൻറ്റിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഏകദേശം അവിടെ 4 മണി 5 മണിയൊക്കെ ആയപ്പോൾ പോകണോ വേണ്ടയോ എന്നൊരു തീരുമാനം ഉണ്ടായിരുന്നു. പക്ഷെ എന്തായാലും പോവാമെന്നാണ്. പിന്നെ ആ വഴിക്ക് ഊട്ടിയിലേക്ക് പോകാൻ വഴിയുണ്ടെന്ന് പറയുന്നുണ്ടായിരുന്നു. അതും ജസ്റ്റ് ഒന്ന് അറിയണേനും. അപ്പോൾ ഞങ്ങൾ എന്തായാലും വന്ന സ്ഥിതിക്ക് അങ്ങോട്ട് പോവുകയാണ്. അവിടെ എല്ലാവരും കണ്ടിറങ്ങുന്ന ടൈമായിരുന്നു. ഞങ്ങൾ അപ്പോഴത്തേക്കും കണ്ടു പോവുകയാണ്. അവിടുന്ന് ഒരു ചെറിയ കടയിൽ നിന്ന് മാഗി എല്ലാം കഴിച്ച് ഞങ്ങൾ വ്യൂ പോയിൻറ്റിലെത്തി. അപ്പോൾ നല്ല കാറ്റുണ്ടായിരുന്നു. അപ്പോൾ ആ ടൈമിൽ കടയൊക്കെ അടിച്ച് പോണ ടൈമായിരുന്നു. ഈ വീഡിയോയിൽ കാണുന്ന പോലെയല്ല, നല്ല ഇരുടൊക്കെ ഉണ്ട്. വീഡിയോയിൽ കുറച്ചും കൂടി ക്ലിയർ ആയിട്ട് കാണുന്നതുകൊണ്ടാണ് കേട്ടോ. ഞങ്ങൾ എത്തിയപ്പോൾ സാധാരണ ഒരു ടിക്കറ്റ് ഉണ്ടായിരുന്നു മേളിൽ കയറാൻ. പക്ഷെ ഞങ്ങൾ പോയ ടൈം 6 മണി കഴിഞ്ഞത് കൊണ്ട് ടിക്കറ്റിൻ്റെ ആൾക്കാരൊക്കെ പോയിട്ടുണ്ടായിരുന്നു. പക്ഷെ നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു കേട്ടോ. തണുത്ത് വിറച്ചിട്ടാണ് എല്ലാവരും നിൽക്കുന്നത്. അതുകൊണ്ട് ഞങ്ങളൊരു 3/4 മണിക്കൂർ നിന്നിട്ട് വേഗം തിരിച്ചു പോയി. ഇരുട്ടിക്കൊണ്ടിരിക്കുകയാണ്. ഇതാണ് കറക്റ്റ് ക്ലൈമറ്റ് കേട്ടോ. വ്യൂ പോയിൻ്റ് കണ്ട് ഞങ്ങൾ നേരെ മൂന്നാർ സിറ്റിക്ക് വന്നിട്ട് അവിടെ റൂം എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇതാട്ടോ റൂം, അടിപൊളി റൂമാണ്. നല്ല രസമുണ്ടായിരുന്നു കാണാനൊക്കെ. ഞങ്ങൾ രാവിലത്തെ ഫുഡെല്ലാം കഴിഞ്ഞിട്ട് പിന്നെ ഞങ്ങൾ വട്ടവടയിലേക്ക് പോകാനാണ് പ്ലാന്. ഞങ്ങൾ പോയ സ്ഥലം തന്നെയായിരുന്നു, വ്യൂ പോയിൻ്റ് പോകുന്ന സ്ഥലം തന്നെയായിരുന്നു. അങ്ങനെ ഞങ്ങൾ അങ്ങോട്ട് നേരെ രാവിലെ തന്നെ പോയി വട്ടവടയിലേക്ക് കയറി. പക്ഷേ ക്ലൈമറ്റ്, ഞങ്ങൾ പോയ ക്ലൈമറ്റ് ശരിയായിരുന്നില്ല. ആ മഞ്ഞും ആ കൂടെയൊന്നും ഉണ്ടായിരുന്നില്ല. പിന്നെ ഞങ്ങൾ ഓഫ് റോഡ് ആയതുകൊണ്ട് തന്നെ ജീപ്പിലാണ് പോയിട്ടുണ്ടായിരുന്നത്. കാറ് കയറൂല എന്ന് പറഞ്ഞു. 2000 സംതിങ് അത്ര പ്രൈസ് ഉണ്ടായിരുന്നു. ആ ഒരു ജീപ്പിൽ പാട്ടൊക്കെ വെച്ചിട്ടാണ് പോയിട്ടുണ്ടായിരുന്നത്. അടിപൊളിയായിരുന്നു കേട്ടോ. പാട്ടില്ലെങ്കിൽ ജീപ്പ് ഭയങ്കര ബോറായിരിക്കും പോവാൻ. ഈ ജീപ്പിൽ പോകുന്നത് ഒരു അടിപൊളി എക്സ്പീരിയൻസ് ആയിരുന്നു കേട്ടോ. എല്ലാവരും ട്രൈ ചെയ്യണം പോകുന്നുണ്ടെങ്കിൽ വട്ടവടേക്ക്. അപ്പോൾ ഓരോ മെയിൻ സ്പോട്ട് എത്തുമ്പോഴും കരിമ്പ്, ഓരോ ഫ്രൂട്ടൊക്കെ ഉണ്ടാവും. അപ്പോൾ അതെല്ലാം കഴിച്ച് ഞങ്ങൾ ഓരോ മെയിൻ സ്പോട്ടിൽ ഇങ്ങനെ സ്പെൻഡ് ചെയ്യും.
ഏറ്റവും കൂടുതൽ സ്പോട്ടുകളും വ്യൂ പോയിൻ്റ് ആയിരുന്നു. അതേപോലെ കുഞ്ഞു കുഞ്ഞു കുടിലകളും ഫോട്ടോ എടുക്കാൻ പറ്റിയ ഫ്രെയിമൊക്കെ ഉണ്ടായിരുന്നു. ലാസ്റ്റ് ഞങ്ങൾ വട്ടവടയിലെത്തി. അധികം സ്പെൻഡ് ചെയ്യാൻ കഴിഞ്ഞില്ല കേട്ടോ, അത് നല്ല വിഷമമുണ്ടായിരുന്നു. ഞങ്ങൾ കയറിയപ്പോൾ സമയം വൈകിയത് കൊണ്ട് 6 മണിക്ക് മുമ്പ് ഇറങ്ങണമെന്നുണ്ടായിരുന്നു. അങ്ങനെ 2 ദിവസം മൂന്നാർ ഫുള്ള് ഞങ്ങൾ കറങ്ങിയിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ പിന്നെ കൊച്ചിക്ക് വന്ന് കൊച്ചി ഫുള്ളും കറങ്ങി. അങ്ങനെ ഞങ്ങൾ ഭക്ഷണം എല്ലാം കഴിച്ചിട്ട് കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തിട്ട് പിന്നെ ഞങ്ങൾ തലശ്ശേരിക്ക് തിരിച്ച് പോവാണ്. വേഗം എത്തേണ്ടത് കൊണ്ട് ഞങ്ങളൊരു 1 മണിയൊക്കെ ആയപ്പോൾ വിട്ടു കേട്ടോ. അപ്പോൾ കുറേ പേര് സബ്സ്ക്രൈബ് ചെയ്യാതെ വീഡിയോസ് എല്ലാം കാണുന്നവരുണ്ട്. അപ്പോൾ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക. കാണുന്നവരൊക്കെ ജസ്റ്റ് ഒന്ന് ഷെയർ ചെയ്തിട്ട് എല്ലാവരെ കൊണ്ട് സബ്സ്ക്രൈബ് ചെയ്യിക്കുക. എല്ലാവരുടെയും സപ്പോർട്ട് ഉണ്ടെങ്കിൽ എനിക്ക് ഇതുപോലെ വീഡിയോ ഒക്കെ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പം ബൈ ബൈ.